രഞ്ജിനി ആന്റിയോ? അതൊരു ഉള്ളിൽ നിന്ന് വരുന്ന ഫീലിങ്സ് ആണ്. സുഷമ ചേച്ചി. അതിനാണ് ഒരു കയ്യിലൊരു ബട്ടൺ. ഞാൻ ചേച്ചിയുടെ പുറകെ കുറെ നാള് നടന്നു. ഞാൻ ബോംബെ പോയി ഇന്റർവ്യൂ ഉള്ള ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ താമസിക്കും. കുറച്ച് ഇംഗ്ലീഷ് പഠിക്കും. എനിക്ക് ഇംഗ്ലീഷ് വായിക്കാനും പഠിക്കാനൊക്കെ അറിയാം. അതുകൊണ്ട് മറ്റൊന്നും ഭുവനേശ്വരൻ ചേച്ചി ചേച്ചി എനിക്ക് പല്ലിന് അത്ര പേടിയല്ല, എനിക്ക് വലിയ താല്പര്യമില്ല. ഇന്റർവ്യൂ കാളിദാസ്, ഞാനാണ് കാളിദാസിനെ ഇന്റർവ്യൂ ചെയ്തത്. തോമസ് പിള്ള, തോമസ് ഫിലിപ്പ് പിള്ള. Welcome back to the review room on RH Factor. So basically review room la ende sondam show eduthu njan review cheyum. Njan review cheyalla, and the lovely subscribers and the audience that watches the show avarku orotharku abhiprayangalanallo ee abhiprayangal avaru വളരെ ബ്യൂട്ടിഫുള്ളി നമുക്ക് പറഞ്ഞു തരും അല്ലേ മാതാവേ? എൻ്റെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ അമ്മ എനിക്ക് അഭിപ്രായം പറയും. അതുപോലെ ഇപ്പം അമ്മ മാത്രമല്ല എല്ലാവരും അഭിപ്രായം പറയുമ്പോൾ ഐ ഫീൽ ലൈക്ക് അഭിപ്രായങ്ങൾ നമ്മൾ നല്ലതുകൊണ്ട് ചീത്തയുണ്ടത് കേൾക്കണം. നല്ലത് കേൾക്കും, ചീത്തയും കേൾക്കും, ഇഷ്ടമുള്ളത് സ്വീകരിക്കും, ബാക്കി. But I thought you should also hear some of these fun reviews that we have. So അമ്മയും ഞാനും ഇന്ന് അതിന് വേണ്ടി ഇരിക്കുകയാണ് അല്ലേ സുജാതെ? അപ്പൊ നമ്മൾ ഇത്രയും നാളും നമ്മൾ ഗ്രീൻ റൂമിന്റെ റിവ്യൂ ആട്ടോ ഇത്. ഗ്രീൻ റൂമിൽ എത്ര എപ്പിസോഡ് അറിയോ? എത്രേ? 10 ഷൂട്ട് ചെയ്തു. പറയാൻ പറ്റും ആരാന്ന് പറയണ്ട. 10 ഷൂട്ട് ചെയ്തു, 9 ടെലികാസ്റ്റ് ആയി. ലാസ്റ്റ് വൺ ഉർവശി ചേച്ചി. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. ഐ തിങ്ക് എന്റെ പ്ലാൻ ഇസ് എല്ലാ വർഷവും ഒരു സീസൺ പോരെ, 12 എപ്പിസോഡ്, അല്ലെങ്കിൽ ഞാൻ ചെയ്ത് ചത്തു. അത് മതി. ഓക്കെ, അപ്പം ഐ ഹാവ് 2 more episodes to shoot and then we wind up season 1. നമ്മൾ 5 എപ്പിസോഡിന്റെ റിവ്യൂസ് നമ്മൾ ചെയ്തു. ഇനി അടുത്തൊരു 3-4 എണ്ണത്തിന് ചെയ്യാം സുജാതെ. ഓക്കെ, അപ്പൊ നമ്മൾ കാളിദാസിന്റെ എപ്പിസോഡിലെ ഇതാണ് കമന്റ്സ് ആണ് നോക്കുന്നതെന്ന്. ഓക്കെ, തുടങ്ങിക്കോ. സുജാത ഞാൻ എഴുതി തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ചോദിക്കല്ല, പറയൂ. അവരെന്താ എഴുതിയേക്കുന്നത്? ആരാണ് എഴുതിയേക്കുന്നതെന്നും പറയണം. എന്റെ കണ്ണിത്തിരി പ്രശ്നമാണ്, അതുകൊണ്ടാണ്. വിനിത ക്രിസ്പിൻ അവരുടെ ചോദ്യമാണ്, രഞ്ജിനി പ്ലീസ് ലെറ്റ് ഹിം ആൻസർ. ഫീൽ ലൈക്ക് യു ആർ കോൺസ്റ്റന്റ്ലി കട്ടിങ് ഹിം. അതെ, അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇതിനാണ് ഞാൻ എൻ്റെ അമ്മയെ പിടിച്ചു വെച്ചിരിക്കുന്നത്. അമ്മ നല്ല കാര്യം മാത്രമേ പറയൂ മോളെ കുറിച്ച്, പക്ഷെ സത്യമാണ്. ഞാൻ കാളിദാസൻ എപ്പിസോഡിൽ വളരെയധികം ഐ ഹാവ് കട്ട് ഹിം ഓഫ്. എനിക്ക് എന്നിനുള്ളിൽ തന്നെ മാറ്റം വരുത്തേണ്ട ഒരു കാര്യമാണ് ഇൻറ്ററപ്ഷൻ എന്ന് എനിക്കറിയാം. ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ടൊവിനോയുടെ എപ്പിസോഡിൽ കുറച്ച് കൂടുതലായിരുന്നു, കാളിദാസിൻ്റെ എപ്പിസോഡിൽ വീണ്ടും അത് തിരിച്ചു വന്നു. എൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതിനകത്ത്, ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ അതല്ലാതെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, സീരിയസ് ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയത് ഗസ്റ്റ് സ്ലോ ആവുമ്പം എനിക്ക് ആ ഇൻറ്ററപ്ഷൻ കൂടുന്നു. അത് എൻ്റെ ഒരു ഞാൻ മാറ്റിക്കോളാം. ഐ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഐ എം വർക്കിംഗ് വെരി വെരി ഹാർഡ് ഓൺ ഇറ്റ്. ഐ കാൻറ്റ് ഡു എനിത്തിങ് എൽസ് അബൌട്ട് ഇറ്റ്. ബട്ട് യാ, ഒന്നും പറയാനല്ലേ. അടുത്ത എന്താ? ഓക്കെ, രണ്ടാമത്തതാണേ. അത് സുഷമ CP. സുഷമയുടെ അഭിപ്രായം സുഷമ പറയുന്നത് വളരെ കറക്റ്റ് ആണ്. ലവ് യു രഞ്ജിനി ഇൻ മെനി ആസ്പെക്ട്സ്. പ്ലീസ് ട്രൈ ടു മേക്ക് ദ കോൺവെർസേഷൻ വിത്ത് മോർ മലയാളം വേർഡ്സ്. ഐ ലൈക്ക് യുവർ മലയാളം. അവരെഴുതിയത് ഏത് ഭാഷയിലാ? ഇംഗ്ലീഷ്. സുഷമ ചേച്ചി, അതിന് കാരണമുണ്ട്. എന്റെ മോൾക്ക് ഇംഗ്ലീഷ് ആണ് കൂടുതൽ ഇഷ്ടം. അല്ല, എന്റെ മോൾക്ക് ഇംഗ്ലീഷ് ആണെങ്കിൽ അവർ മലയാളത്തിൽ കമന്റ് എഴുതിയാൽ മാത്രമേ ഞാൻ മലയാളത്തിൽ സംസാരിക്കൂ. അതെന്താ കുഴപ്പം? എന്താ കുഴപ്പം? അങ്ങനെയില്ല, രണ്ടും കൂടി മിക്സ് ചെയ്യണം. ഞാനും അതിനെതിരാ. സുഷമയ്ക്ക് കൂട്ടാണ് ഞാൻ. സുഷമയ്ക്ക് കൂട്ടാണെങ്കിൽ സുഷമ എന്തുകൊണ്ട് ഇംഗ്ലീഷിൽ അത് എഴുതി? സുഷമ ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, പക്ഷെ ഞാൻ ഇങ്ങനെ ആയിപ്പോയി. ഞാൻ ട്രൈ ചെയ്യാം. അപ്പുറത്ത് വരയ്ക്കുന്ന ആൾ കുറച്ചുകൂടി ഇംഗ്ലീഷ് സംസാരിച്ചാൽ ഞങ്ങൾ രണ്ടൊരു ഓട്ടോമാറ്റിക്കലി ഇംഗ്ലീഷിലേക്ക് പോകും. അത് നമ്മുടെ ഒരു അത് അമ്മയ്ക്ക് ഇംഗ്ലീഷ് അറിയാത്തോണ്ടാ. ഇപ്പൊ തന്നെ കമന്റ്സ് വായിക്കുമ്പോ സുജാത ഇംഗ്ലീഷ്, എന്റെ പണ്ടത്തെ ഇംഗ്ലീഷ് ആണ്. അമ്മയുടെ ഹിന്ദി ഇതൊക്കെ തന്നെ എല്ലാവരും അല്ലേ, മലയാളം മാത്രമേ ഉള്ളൂ. വിച്ച് ഇസ് ഗുഡ്. ഐ എം നോട്ട് ജഡ്ജിങ് യു, ബട്ട് ഐ എം സേയിങ് ഐ അണ്ടർസ്റ്റാൻഡ് സുഷമ. പക്ഷെ എന്താ ചെയ്യുക, അപ്പൊ ഇങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് ആൾക്കാരുടെ വ്യൂ, ഞാൻ മലയാളം കൂടുതൽ സംസാരിച്ചാൽ കുറച്ചുകൂടെ ആൾക്കാർ കാണുന്ന എനിക്ക് അറിയാം, പക്ഷെ വരുന്നില്ല. അപ്പൊ എന്താ ചെയ്യാ? Okay, I want to say this. Ammuz Mikus 2002 says Kalidas is so simple. The way he talks is lovely. Kudos to Jayana Medan and Parvati Chechi for that nice episode, Ranjani. Thank you. ഇനി ഉണ്ടോ അടുത്ത ഇതില്? ഇനി ഇതിലുണ്ടല്ലോ, കേക്കട്ടെ. ഇനി ഹീര സുധീഷ്.
സന്തോഷ് പണ്ഡിറ്റ്, സുചിത്ര, മോഹൻലാൽ ഇവരെയൊക്കെ ഇന്റർവ്യൂ ചെയ്യാമോ? അതിമോഹം ആണ് എന്നാൽ അറിയാം. അതിമോഹം ഒന്നുമില്ല. എന്താണ് കുട്ടിയോട് നമ്മൾ എല്ലാരും ചെയ്യും. ഒരു വർഷത്തിൽ 12 പേര് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് നമുക്ക് ആരും വേണമെങ്കിലും ചെയ്യാം. സുചിത്ര പഴയ സുചിത്ര മോഹൻലാൽ. ഓ എന്താ സുചിത്ര മോഹൻലാൽ ഓ ഞാൻ വിചാരിച്ചു മോഹൻലാൽ. സുചിത്ര മോഹൻ. ഓ സുചി ചേച്ചി. ഓക്കെ യാ വി കൻ ആസ്ക്, വൈ നോട്ട്? നമുക്ക് ചോദിച്ച് നോ പറഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ, യെസ് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല. നോട്ട് ഓൾ പോസിബിൾ. ട്രൈ ചെയ്യാം. സുജാത ട്രൈ ചെയ്യും. ഓക്കെ നോ പ്രോബ്ലം. സുജാത അല്ല ഇത് എനിക്ക് മനസ്സിലായില്ല. കേക്കട്ടെ, ഇംഗ്ലീഷ് ആണോ? അതുകൊണ്ടാണ് കേക്കട്ടെ, വായിച്ചേ. ഈ വായിക്ക്. ആരാ എഴുതിയേ? അത് എഴുതിയേക്കണത് സുനിത നായർ. സുനിത നായരാണ്. പിന്നെ ഹൂ ഈസ് ഇന്റർവ്യൂയിങ് ഹൂം? ആരെ ഇന്റർവ്യൂ ചെയ്യുന്നത് അറിയില്ല. അവര് വേറെ വല്ല ഷോ കാണായിരിക്കും. എനിക്ക് മനസ്സിലായില്ല. കാളിദാസ് എന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ തോന്നിയോ? തോന്നിയില്ലല്ലോ. അപ്പൊ ഒന്നെങ്കിൽ ടിവിയുടെ വോളിയം ശരിയല്ല. ഇല്ല, സംഭവം എന്താന്ന് ഞാൻ മനസ്സിലായി. കൂടുതൽ സംസാരിക്കുന്നത് ആരാണ് എന്നായിരിക്കും. അത് കാളിദാസിനെ എപ്പിസോഡ് ഞാൻ തന്നെ കൂടുതൽ സംസാരിച്ചത്. അത് കറക്റ്റ് ആണ്. പക്ഷെ ലൈക്ക് ഓരോ ആൾക്കാർക്കും അവരുടേതായ ഒരു രീതി ഉണ്ടല്ലോ സംസാരിക്കല്. അതിപ്പം എൻ്റെ അമ്മയും ഞാനും കൂടി ഇരിക്കുമ്പം കൂടുതൽ സംസാരിക്കേണ്ട ഒരു ആവശ്യകത വന്നാൽ ഞാൻ സംസാരിക്കും. അതെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല സിറ്റുവേഷൻ. അപ്പം യു ആർ റൈറ്റ്. എവിടെ പോയാലും എൻ്റെ പേഴ്സണാലിറ്റി കുറച്ച് ഓവർ ലൗഡ് ആയതുകൊണ്ടുള്ള ഇഷ്യൂസ് ആണ് ഇതൊക്കെ. ബട്ട് വിത്ത് കാളിദാസ് ഐ ഡെഫിനറ്റ്ലി സ്പോക്ക് മോർ. പക്ഷേ ഐ ഡെഫിനറ്റ്ലി ഇന്റർവ്യൂഡ് കാളിദാസ്. ഞാനാണ് കാളിദാസിനെ ഇന്റർവ്യൂ ചെയ്തത്. അവൻ എന്നെ ഇന്റർവ്യൂ ചെയ്തിട്ടില്ല, പാവം ചെക്കൻ. Okay, take it as a positive criticism, says D Nair 6696. Maybe let the guest talk, finish their sentences. Thank you. സത്യം മറ്റുള്ളവർ പറയുമ്പോൾ ഈ സെന്റൻസ് ഫിനിഷ് ചെയ്യുന്ന എൻ്റെ ഒരു സ്വഭാവത്തിന്റെ പ്രശ്നമാണ്. അമ്മയ്ക്കും ഉണ്ടല്ലേ? അപ്പൊ അമ്മയുടെ പ്രശ്നമാണ് എൻ്റെ എല്ലാം. ഇവിടുന്ന് കിട്ടിയ പ്രശ്നമാണ്, സോറി. ഓക്കെ, ഇനി എന്താ കലാസന കഴിഞ്ഞോ അമ്മയുടെ? അമ്മയ്ക്ക് ഇതാണ് പറയേണ്ടത്, മറുപടി പറഞ്ഞാൽ പറ്റൂന്ന്. രഞ്ജിനി ചേച്ചിയെ ആരാ എഴുതിയേ? ഇത് ഷൈനി AP. രഞ്ജിനി ചേച്ചിയെ എൻ്റെ അമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ്. അമ്മയ്ക്ക് ഇംഗ്ലീഷ് അറിയില്ല. ഈ വീഡിയോ കാണിച്ചു കൊടുത്തപ്പോൾ അമ്മ പറയുക എനിക്കിനി കാണണ്ട, മുഴുവൻ ഇംഗ്ലീഷ് ആണെന്ന്, ഒന്നും മനസ്സിലാവുന്നില്ല എന്ന്. ഇതെനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ. സാധാരണക്കാർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായം ഞാൻ കേട്ടിട്ടുണ്ട്. അതിനൊരു ആൻസർ പറയൂ രഞ്ജു. വേറൊരു മോളെ ഉണ്ടാക്കാൻ പറ്റുമോ അമ്മയ്ക്ക്? അത് നടക്കില്ല. മലയാളം സംസാരിക്കുന്ന ഒരു കുട്ടിയെ. പക്ഷെ എനിക്ക് മനസ്സിലാവും. അമ്മ എന്നാ പോയി ചെയ്യും. അമ്മ അടുത്ത എപ്പിസോഡിൽ മലയാളത്തിൽ ഞാൻ എന്താ ചെയ്യാ? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അത് പ്രായമുള്ളവർക്കായിരിക്കും ഇത്തിരി ബുദ്ധിമുട്ട് കൂടിയേക്കണം. അല്ലാത്തവർക്ക് ഒരുമാതിരി മനസ്സിലാവുന്നതാണ് എന്റെ ഒരു ധാരണ. അത്ര ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടോ? അത് ഇപ്പൊ ചില ദിവസം ഷൂട്ട് ചെയ്യുന്നതിൽ ഇംഗ്ലീഷ് കൂടുതൽ. അത് മാത്രമല്ല എന്റെ ഗസ്റ്റ് കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഞാനും കൂടുതൽ സംസാരിക്കും. അതുണ്ട് ഇംഗ്ലീഷ് വരുന്നുണ്ട് അവർക്ക്. അവർക്ക് വരുമ്പോൾ ഞാൻ അവഴി പോകും. മലയാളം കൂടുതൽ സംസാരിക്കുമ്പോൾ ഞാനും മലയാളത്തിൽ പോകും. ശരിയാണോ? ഒന്ന് ഞാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡ് അമ്മ ചെയ്യും. അതാണ് സൊല്യൂഷൻ. നടക്കുന്ന പരിപാടിയല്ല, എനിക്ക് പറ്റിയതല്ല. അടുത്ത കാളിദാസിന്റെ അമ്മയിലുണ്ടോ? അതോ ഇനിയുണ്ട് കാളിദാസിന്റെ മിസ്റ്റേക്ക് മനോ. പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് മേക്കിംഗ് ദ ഗസ്റ്റ് ഫീൽ warm and open up without irritating her. Kudos Ranjini. Kudos alla kudos. എന്താ kudos? Well done. Okay, well done. kudos നൊക്കെ കൂടോത്രം. കുഡോസിന് 2 O വേണം, കുഡോസിന് 1 O മതി. You are so funny. എന്താ ഇവിടുന്ന് പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് മേക്കിംഗ് ഗസ്റ്റ് കംഫർട്ടബിൾ. ഓക്കെ, ഞാൻ വേറെ ചോദിക്കട്ടെ. Vinny 5747. What happened to Kalidas? All are going on Ozempic. Looks unhealthy. Ozempic എന്താ അറിയോ? Ozempic എന്ന് പറയുന്ന ഒരേ രീതിയിലൊന്നാണ്. Ozempic അയ്യോ I don't know. Ozempic മറ്റേ മരുന്ന് GLP-1 തടി കുറയ്ക്കുന്ന. ഒരു മിനിറ്റ്. ഓക്കെ അമ്മ ഞാൻ ഇവിടെ സംസാരിക്കണ കേക്ക്. Ozempic ആരോ ചോദിക്കണ കാളിദാസ് ഒസംപിക് കഴിക്കുകയാണെന്ന്. അല്ല, കാളിദാസ് ഒരു സിനിമയുടെ റോളിന് വേണ്ടി തടി കുറച്ചതാണ്. അവൻ ജയറാമേട്ടന്റെ അത് അമ്മയ്ക്കാണ് ആവശ്യം. ഒസംപിക് അമ്മയ്ക്കാണ് ആവശ്യം. GLP-1 ഞാൻ അമ്മയടുത്ത് പറഞ്ഞാൽ ഞാൻ ചെയ്തുതരാം. അമ്മയടുത്ത് ഞാൻ പറഞ്ഞതാ 30,000 രൂപ മാസം കൊടുത്ത ഞാൻ അമ്മയ്ക്ക് ഒസംപിക് അല്ല റൈബൽസിസ് മറ്റേത്
ചെയ്തു തരാം. ഈ തടിയൊന്നെങ്കിലും കുറയട്ടെ. അമ്മ ഡസൻ ലൈക്ക് ദാറ്റ്. അമ്മ പ്രിഫേഴ്സ് ഈറ്റിംഗ് കശുവണ്ടി ആൻഡ് നട്ട്സ്. എപ്പോ ബെഡിനടുത്ത് ഫുൾ ടൈം പീനട്സ്, കശുവണ്ടി, ആൽമണ്ട്സ്, അൺഹെൽത്തി ടു ദ കോർ. 5 എണ്ണം കഴിച്ചാൽ കുഴപ്പമില്ല, 500 കഴിച്ചാൽ പ്രശ്നം. അതാ പ്രശ്നം. പക്ഷെ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം നട്ട്സ്. എനിവേ ഒസംപിക് അമ്മയ്ക്ക് ആവശ്യമുണ്ട്. ഒസംപിക് അമ്മയ്ക്ക് ആവശ്യമല്ല, ഹെൽത്തി ഈസ് ഗുഡ്. വയസ്സായി കിടന്നാൽ ഞാൻ നോക്കൂലട്ടാ. കാണില്ല. എന്നാ അവിടെ കാശിക്ക് പോവും. മായ. ഓക്കെ, ആശിപ്പിക്കരുത്. ആണെന്നാലും ആശരുന്നല്ലേ. ഓക്കെ, ലെറ്റ്സ് നോട്ട് ഹോപ്പ് ദാറ്റ് ഹാപ്പൻസ്. ഓക്കെ, അടുത്ത ആരാ? നവ്യ നായർ. ഓക്കെ, തുടങ്ങിക്കോ. നവ്യയുടെ സാറില്ല. അമ്മക്ക് കണ്ണ് തന്നെ തന്നേക്കുന്നത്. സോറി, ഞങ്ങൾ എപ്പിസോഡ് നവ്യ നായരുടെ എപ്പിസോഡിലേക്ക് പ്രീവിയസ് കമന്റ്സിൽ കയറി. പക്ഷെ അതിനൊന്നും പറഞ്ഞോ എന്നൊരു സംശയം. ഓക്കെ, നവ്യയുടെ എപ്പിസോഡിലേക്ക് 2-3 കോമന്റ്സ് വായിക്കാം. ഓക്കെ, ശരി, അതെ, ഞാൻ ആ കമന്റ് കണ്ടു. ഇതില് നവ്യക്ക് ഭയങ്കര കോംപ്ലിമെന്റ്സ് ആട്ടോ. നവ്യനെ ലൈക്ക് പ്രശംസിച്ച് ഇത് കൊള്ളാം. സുജാത മറോളി 4524. 2 ധ്രുവങ്ങൾ ഒന്നിച്ച്. ഒരാൾ ലോകത്ത് ആരെയും ഒന്നിനെയും പേടിക്കാത്തതും മറ്റൊന്ന് എന്തിനേയും പേടിക്കുന്നതും. നല്ല നവ്യ എല്ലാത്തിനും നവ്യക്ക് പേടിയില്ല, പക്ഷെ രാത്രി കിടക്കുമ്പോഴാണ് നവ്യക്ക് പേടിയുള്ളത്. എനിക്ക് പൊതുവേ പേടിയില്ല, അത് ശരിയാ. എനിക്ക് പേടിയൊക്കെ ഉണ്ട്. എനിക്ക് പല്ലിന് അത്ര പേടിയല്ല, എനിക്ക് വലിയ താല്പര്യമില്ല. കോക്രോച്ചസ്, ഈ പറക്കുന്ന കോക്രോച്ചസിന് എനിക്ക് വലിയ താല്പര്യമില്ല. എനിക്ക് അൺഹെൽത്തി ആവുന്നത് ഇഷ്ടമല്ല. പേടി തന്നെയാണ് അൺഹെൽത്തീസ്. പിന്നെ പേടി അത്രയൊക്കെ ഉള്ളു. പേടി. അമ്മയ്ക്ക് വല്ല പേടിയുണ്ടോ ലൈഫില്? പാമ്പ്. ചിത്ര ചേച്ചിക്ക് എന്റെ വീട്ടില് അതിനകത്ത് എപ്പോഴും വരും പാമ്പ്. പേടിയുള്ളതുകൊണ്ട് കുറച്ച് ആശ്വാസമായിട്ടിരിക്കണേ. ഞാനൊന്ന് ചോദിക്കട്ടെ. നവ്യാണോ നോക്ക്? നവ്യാണ്. ഞാൻ ചോദിക്കട്ടെ, അത് എന്താണ്? സൂസൻ ജോ. കണ്ണ് കാണുന്നില്ല മോളെ. സൂസനോജ് എന്നാണ്. 85. രഞ്ജിനി, വാട്ട് ആൻ ഇംപ്രൂവ്മെന്റ് ഫ്രണ്ട്. ഐ ലവ് യു. ഹൗ യു ഹാവ് ടേക്കൻ ദ ഫീഡ്ബാക്സ് ആൻഡ് ഹാവ് എവോൾവ്ഡ് over the interviews. Your ability to not make Navya emotional but enable her to open up. Well done, Sujata. I'm so impressed with you. നന്നായി സംസാരിച്ചു. നല്ല കോംപ്ലിമെന്റ് ആണ്. ഞാൻ ഫീഡ്ബാക്ക് ഒക്കെ കേൾക്കുന്നുണ്ട്. സംടൈംസ് മറന്നു പോകുന്നു മാത്രമേ ഉള്ളൂ. ഈ എക്സൈറ്റ്മെന്റിൽ ഞാൻ ചിലപ്പം ചോദിക്കാനും ഈ മിണ്ടായിരിക്കാൻ മറന്നു പോകും. I want to be Nidhi_S പറഞ്ഞേക്ക്. I want to be Navya's friend. She's so cute. Earlier I used to feel bad about not having friends. It feels good to know that there are people out there without any friends but still living their life to the fullest. She's so lovable. How sweet. Yeah, you can do whatever you want. ഞാൻ ഒരെണ്ണം ചോദിക്കട്ടെ. കല്യാണീസ് കുറച്ചുകൂടി ക്ലോസപ്പ് ഷോട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാമോ? ഇനി അഡ്മയർ ഹെർ എക്സ്പ്രസീവ് വേ of talking. Zoomed out doesn't capture the faces much. But between thank for this interview. അമ്മനെ ഞാൻ എല്ലാ ദിവസം എടുത്തു റിവ്യൂല്. എന്നിട്ട് ഇങ്ങനെ വായിപ്പിക്കും. കുറച്ച് ഇംഗ്ലീഷ് പഠിക്കും. എനിക്ക് ഇംഗ്ലീഷ് വായിക്കാനും പഠിക്കാനും ഒക്കെ അറിയാം കേട്ടോ. അതൊന്നും പറയണ്ട. അവൾ അങ്ങനെയൊക്കെ പറയും. മനസ്സിലാവും. ഞാൻ നന്നായിട്ട് വായിക്കില്ലേ? അങ്ങനെയാണോ ബാബ? അമ്മ എന്റെ പൊന്നമ്മേ. ആൾക്കാർ പറയും ഞാൻ അമ്മേനെ ഷെയിം ചെയ്യണത്. എന്താ പറ്റില്ല, എന്ത് ഷെയിം ചെയ്താലും ഞാൻ ലാംഗ്വേജ് ഷെയിം അല്ല. അത് നവ്യ ആയതുകൊണ്ടാണ്. നവ്യയുടെ എക്സ്പ്രഷൻസ് കാണാൻ നല്ല ഭംഗിയായിരിക്കും ക്ലോസപ്പ്. എന്റെ മുഖം ക്ലോസപ്പിൽ നല്ല ഭംഗിയാണെന്നൊന്നുമില്ല. ഇല്ല, പക്ഷെ ട്രൈ ചെയ്യാം, നമുക്ക് ട്രൈ ചെയ്യാം. ഞാൻ പറഞ്ഞു ആക്ച്വലി ക്രൂവിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ ക്ലോസപ്പ് ഒക്കെ വെക്കാൻ. പക്ഷെ ചെയ്ത് വരുമ്പം ഇതൊരു ഫോമാറ്റ് ഒക്കെ കട്ട് ചെയ്ത് അതിൽ തന്നെ ചെയ്യണം ഒരു സുഖം. ബട്ട് വി കൻ ട്രൈ, വി വിൽ ട്രൈ. എല്ലാം ട്രൈ ചെയ്തായിരിക്കും. അടുത്തത് പറഞ്ഞു. പിന്നെ ഡിഫറെന്റ് ഫേസസ്, പ്ലീസ് ഇംപ്രൂവ് ദ ഓഡിയോ ക്വാളിറ്റി ഓഫ് ദ ഗസ്റ്റ്. ഇത് നവയുടെ എപ്പിസോഡിൽ നമുക്ക് കുറച്ച് ഓഡിയോ ഇഷ്യൂ ഉണ്ടായിരുന്നു അല്ലേ? ശരിയാണ്. എല്ലാ എപ്പിസോഡിലും ഉണ്ടോ? ഇല്ല. ചില എപ്പിസോഡിൽ സം ഓഡിയോ ഇഷ്യൂസ് ഹാപ്പനിങ്. വി ഡോണ്ട് നോ വൈ ഇറ്റ്സ് ഹാപ്പനിങ്. അത് ചിലപ്പോൾ ഇട്ടിരുന്ന ഡ്രസ്സിൽ റബ്ബ് ആവുന്നതാവാം. ഞങ്ങൾ എത്ര മൈക്സാ ചേഞ്ച് ചെയ്തതെന്ന് അറിയാം. വി ട്രൈങ് എ ലെവൽ ബെസ്റ്റ് ബട്ട് ഐ തിങ്ക് സ്ലൈറ്റ്ലി ബെറ്റർ ദാൻ ബിഫോർ. ഞാനൊന്ന് ചോദിക്കട്ടെ. നവ്യാണോ? അല്ല, അതെ, ആതിര മച്ചാനാണ് നവ്യ.
രഞ്ജിനി ക്യാൻ യു പ്ലീസ് എന്റെ മുഖത്തേക്ക് നോക്കാൻ എന്ത് ഞാൻ വായിക്കുന്നു. എന്റെ കൂടെ ഇരിക്കുന്നവരും കൂടി ഇങ്ങനെയാണ് കേട്ടോ. രഞ്ജിനി ക്യാൻ യു പ്ലീസ് മേക്ക് ദ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് Rajini, can you please make the white background behind your seating little more vibrant? That white space is little bit blank and irritating. The wall behind Navya is nicely done. A very positive criticism. Thanks for the episode. അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞത് പോസിറ്റീവ് ക്രിറ്റിസിസം. പക്ഷേ നമ്മൾ ബ്രൈറ്റ് ആക്കിയില്ലേ, പുറകിലൊരു സാധനം വെച്ചില്ലേ, ഇനി ബ്രൈറ്റ് ആക്കണോ? നോക്കിക്കേ എന്തൊരു ബ്രൈറ്റ്. എന്റെ തലയുടെ പുറകെ ആ എപ്പിസോഡിലൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഉണ്ടല്ലോ, ഇല്ല ഇതിന്റെ ഇതിലുണ്ടല്ലോ, അതിലുണ്ട്. ഇതിലൊക്കെ കണ്ടത് വേറെ ഇതിലായിരിക്കും. ഞങ്ങൾ ഈ സാധനം അതിന്റെ പുറകെ വെച്ചിട്ടില്ലേ? ഇതിൽ കാണില്ല. ഓക്കെ, എനിവേ ഞങ്ങള് ഈ സാധനം പുറകെ വെച്ചിട്ടുണ്ട്. അത് കുറച്ച് ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയായിരുന്നു വൈറ്റിന്റെ പുറകെ. പിന്നെ ഞാൻ ഈ വൈറ്റ് ലൈറ്റിംഗ് കൊടുത്തതിന്റെ കുറെ പേർക്ക് ഇഷ്ടമല്ല, എനിക്കിഷ്ടമാണ്. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് അങ്ങനത്തെ കുറച്ച്. ഇനി ഒന്നും കൂടി ഞാൻ ചോദിക്കട്ടെ രഞ്ജു, എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല രഞ്ജിനി, കഴിയുന്നത് മലയാളത്തിൽ പറയുമോ? ശ്രമിക്കാം. ഈ മലയാളത്തിലാണ് എഴുതിയത്, അതുകൊണ്ട് എനിക്കൊരു എന്തോരം ഇഷ്ടപ്പെട്ടു. എന്നാ മലയാളത്തിൽ അമ്മ സുഖമായിട്ടാ പറഞ്ഞേ. അല്ല, അവരൊക്കെ ചോദിക്കണ കേൾക്കുമ്പോ നിന്നോട് ചോദിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. രഞ്ജിൻ അതൊക്കെ വായിച്ചു. ഞാൻ ട്രൈ ചെയ്യാം. എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ്. ഞാൻ പറയാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇതൊക്കെ ഭയങ്കര പോസിറ്റീവാണ്, അതും പറ്റില്ല. വാവ്. പക്ഷേ ഈ എപ്പിസോഡിൽ എല്ലാവരും കുറേ കോംപ്ലിമെന്റ്സ് ആണ്. നവ്യ ചേച്ചിയുടെ ഭംഗിനെ കുറിച്ച് ഭയങ്കരമായിട്ട് സംസാരിക്കേണ്ട, എക്സ്പ്രഷൻസിനെ കുറിച്ച്, ജീവിതത്തെക്കുറിച്ച് ലോട്ട് ഓഫ് പീപ്പിൾ ടോക്കിംഗ് അബൌട്ട്. മീര ജാസ്മിന് കുറേ റിക്വസ്റ്റ് ഉണ്ട്, പ്ലീസ് ഇൻവൈറ്റ് ഹർ എന്ന്. ഇർഷാദ് തനിക്കൽ, അങ്ങനെ കുറെ. എപ്പിറ്റമി ബൈ പ്രൊനൗൺസിയേഷൻ ഒക്കെ റിയലി നൈസ്. അപ്പോൾ ഞാൻ ഇത് ചോദിക്കട്ടെ. നവ്യാണോ? നവ്യ അല്ല, നവ്യ അല്ല. ഒരു മിണ്ടാരി. ഓക്കെ. അടുത്ത ആരാ മാറിയതാരാ? ശ്രീശാന്ത്. ലെറ്റ്സ് ഗോ ഷീൻ്റെ അപ്പം എപ്പിസോഡിലേക്ക് കിടക്കാം. ഇനിന്ന് എടുക്കാം. ഓക്കെ, ഗോ. അപ്പം ഞാൻ ചോദിക്കുകയാണ്, ഹ്യൂമൻ റിവ്യൂസ് ആണ് അവര്. ഹ്യൂമൻ റിവ്യൂസ്. The show host is more captivating than the top-most celebrities invited. The way Ranjini asks questions is remarkable. No unwanted buttering and no unwanted sneaky intrusion to sensitive matters. No chases for bite. Clickbaits. സത്യം. ഞാനത് ഐ തിങ്ക് ഞാൻ ഈ ഒരു ഷോ തുടങ്ങാൻ പോയപ്പം വ്യൂസിന് വേണ്ടി ഞാൻ ആൾക്കാരുടെ ലൈഫിലേക്ക് കയറി പോവില്ല എന്ന് ഞാനെടുത്തൊരു തീരുമാനമാണ്. ബിക്കോസ് എനിക്ക് ഇഷ്ടമല്ല. ഐ ഡോണ്ട് ബിലീവ് ഇൻ ഇറ്റ്. അവർക്ക് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം, ചോദിക്കണമെങ്കിൽ ഞാൻ ചോദിക്കാം. ആ സമയത്ത് സംസാരിച്ച് വരുമ്പം അവരിൽ നിന്നും അത് വരുവാണെങ്കിൽ ഞാൻ അതിലേക്ക് കൊണ്ടുപോകാം. അല്ലാതെ ഐ എം നോട്ട് ബോതർഡ് അബൌട്ട് ദ കോൺട്രവേഴ്സീസ് അബൌട്ട് ദെയർ ലൈഫ്സ്. ഐ വോണ്ട് ടു സെലിബ്രേറ്റ് ദെയർ ലൈഫ്സ്. അവരുടെ ലൈഫിൽ അവർ അച്ചീവ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ച് സംസാരിക്കുക, അവരെന്ന വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുക, അവരുടെ ഒരു ജേർണി അത് ഡോക്യുമെന്റ് ചെയ്യുക എന്ന് മാത്രമാണ്. ആൻഡ് ദ ഹാപ്പി സൈഡ് ഓഫ് ഇറ്റ് ഓൾ. അതിൻ്റെ കുറച്ച് സങ്കടമുള്ള സാധനങ്ങളൊക്കെ വരുമായിരിക്കാം, ബട്ട് ഐ പ്രിഫർ ദ ഹാപ്പി സൈഡ് ബിക്കോസ് എൻ്റെ ലൈഫിൽ ഐ ലൈക്ക് ടു സറൗണ്ട് മൈസെൽഫ് വിത്ത് ഹാപ്പി പീപ്പിൾ ആൻഡ് ഗുഡ് പീപ്പിൾ. അപ്പം അതൊരു കോൺഷ്യസ് ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു എഫേർട്ടാണ്. വേണമെങ്കിൽ കുത്തി ചോദിക്കാം, നമുക്ക് എന്തൊക്കെ ചോദിക്കാം, പക്ഷെ വന്ന് പോകുമ്പം സന്തോഷത്തോടെ പോവാം എന്നുള്ളൊരു ഒരു ആഗ്രഹമാണ്. മാത്രമല്ല ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സും കൊളീഗ്സും ഒക്കെയാണ്. സോ ഐ ബിലീവ് ദറ്റ് വി ഹാവ് ടു ബി റെസ്പെക്ട്ഫുൾ ടു എവ്രി വൺ. ആൻഡ് ക്ലിക്ക് ബേറ്റിന് വേണ്ടിയോ അതോ വ്യൂസിന് വേണ്ടിയോ ഐ ഡോണ്ട് തിങ്ക് ഐ എം വില്ലിങ് ടു ഡു എനിത്തിങ് ലൈക്ക് ദാറ്റ്. ഞാൻ അങ്ങനെയല്ല, ഞാൻ അങ്ങനത്തെ ഒരാളല്ല. അങ്ങനെ മതി കാണുന്നവരുണ്ടാ മതി, അത്രക്കേ ഉള്ളൂ. ജോർജ് ജേക്കബ് ശ്രീശാന്തിന്റെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചു പീഡിപ്പിച്ച് രസിച്ച ഡൽഹി. അതൊക്കെ ശ്രീശാന്തിന്റെ പാസ്റ്റിനെ കുറിച്ച് കുറെ ആൾക്കാർ വോക്കലായി. വളരെ ഹാർട്ട് ടച്ചിങ് ആയിരുന്നു എന്ന് ജയ സഞ്ജീവ് പറഞ്ഞു. ഡിയർ ശ്രീബായ്, താങ്കൾ അന്ന് നടന്ന ഗ്രൗണ്ടിൽ ടീം ഇന്ത്യക്കായി പന്തെടുത്ത് കയറിയത് എസ് ശ്രീശാന്ത് എന്നൊരു ഇതിഹാസ താരമായി മാത്രമല്ല. കുറെ നല്ല കോമൻസ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു എപ്പിസോഡിൽ. ആക്ച്വലി ശ്രീശാന്ത് ഭയങ്കര ഓപ്പൺ അപ്പ് ആയെന്ന് എനിക്ക് തോന്നി. ശ്രീശാന്തിന് അറിയാത്തൊരു സൈഡ്, ഒരു മോർ ഫൺ സൈഡ്, ഒരു കുറച്ചുകൂടി മെച്ചോർ ആയിട്ടുള്ള ഒരു ശ്രീശാന്തിനാണ് നമ്മൾ കണ്ടതല്ലേ. അവൻ ജീവിതത്തിൽ നിന്ന് പഠിച്ച അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ അങ്ങനെ 2-3 പേരെ എടുത്ത് വെച്ചിട്ടുണ്ട്. മനുവിനെ എടുത്ത് മോനാക്കി, ശ്രീശാന്തിനെ മോനാക്കി.
ഫീൽ ചെയ്യും അവന്റെ എല്ലാ കാര്യത്തിലും നമ്മളതൊരു ഫീൽ അവൻ നല്ല കുട്ടിയാണ്, ഭയങ്കര ഈ ഗുരുത്വമുള്ള അച്ഛനും അമ്മേനും ഭയങ്കര ബഹുമാനിക്കുന്ന നല്ലൊരു കുട്ടിയാണ് ശ്രീശാന്ത്. ഗുഡ് ഫ്രണ്ട് എന്ന് മാത്രമല്ല, പിന്നെ കുറെ പേര് അവൻ എന്റെ ചേച്ചി 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 വിളിക്കുന്നത്. എന്തിനാ ചേച്ചി ചേച്ചി ചേച്ചി, അതെല്ലാം 2 സെക്കൻഡിലും ചേച്ചിയാണല്ലോ. അത് ഞാൻ ശ്രീന് കൊടുത്തിരിക്കുന്ന ഒരു ഫ്രീഡമാണ്. കാര്യമുണ്ട് ആ ചേച്ചിയില് ചേച്ചിയും അലിഞ്ഞു അതുപോലത്തെ ഒരു ചേച്ചി ഉള്ളിന്ന് വരുന്ന ഒരു ചേച്ചി. ഞങ്ങളും വലിയ പ്രായ വ്യത്യാസം ഇല്ല, പക്ഷെ എന്നെ കാണുന്ന ആള് മുതൽ ശ്രീ ചേച്ചി എന്നാ വിളിക്കുന്നത്. പക്ഷെ അത് ഞാൻ അവന് കൊടുത്തിരിക്കുന്ന ഒരു ഫ്രീഡം കൂടെയാണ്. ബിക്കോസ് ഹാർഡ്ലി ലിറ്ററലി സെയിം ഏജ്. ബട്ട് ഐ തിങ്ക് അതില്ലെങ്കിൽ ഇപ്പൊ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ചേച്ചിനെ വിളിച്ചില്ലെങ്കിൽ. അല്ല അവൻ അത് ഉള്ളിന്ന് വരുന്നത്. അതോട് മറ്റൊന്നും ഭുവനേശ്വരി ചേച്ചി ചേച്ചി ഇതൊന്ന് കേക്കട്ടെ. രഞ്ജിനി, why can't you speak like any normal person? I am not normal. ഇനിയുണ്ട് ബാക്കിയുണ്ടേ. Why all this ghosty when you speak? ഇനിയും കാണിച്ചോ നീ. When you speak, first of all, remove the feelings you have in your mind that you are the only host in Kerala who can speak Hindi and Malayalam. English അത് പറയുന്നില്ല, അത് അണ്ടർസ്റ്റുഡ്. അതിൽ നീ ഫ്ലുവൻ്റ് ആയതുകൊണ്ട് അത് പറയില്ലേ കേട്ടോ. അത് പറയില്ലേ. There are hosts much younger than you and very much better than you because they know they are hosting a show in Kerala and they have to stick to Malayalam. Do stick to Malayalam. Malayalam സംസാരിക്കുന്നതിന്റെ പ്രശ്നമാണോ? They don't want to show their English or Hindi knowledge and very naturally you are very artificial and irritating. Request to be more natural. അവരുടെ പേരെന്താ? അത് പറഞ്ഞത് രാജേന്ദ്രനാഥൻ നായർ. രാജേന്ദ്രനാഥ് നായർ. ചേട്ടാ മനസ്സില്ല, ഒരു മറുപടി മതി. അത് ശരിയാ. അവനവന്റെ ഗോഷ്ഠി എന്ന് നേരം എന്റെ മലയാളത്തിലെ വിളിച്ച എന്റെ അമ്മ എനിക്ക് വേണ്ടി സപ്പോർട്ട് കേൾക്കൂ. പറയൂ രാജേന്ദ്രൻ. ഗോഷ്ഠി എന്ന് പറയുന്നത് നമ്മൾ കൈകൊണ്ട് കാണിക്കുന്നതോ മുഖം കൊണ്ട് ഒരാള് സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഗോഷ്ഠിയല്ല. ഉള്ളിന്ന് വരുന്നതാ. അത് ഉള്ളിന്ന് വരുന്നതാ തീർച്ചയായിട്ടും. അതൊന്നും അതൊരു ഗോഷ്ഠിയൊന്നും അല്ല. ഓക്കെ, അതൊരു ഉള്ളിന്ന് വരുന്ന ഫീലിങ്സ് ആണ്. അതൊരാൾക്ക് പെട്ടെന്ന് ഒരാൾക്ക് ഓരോ രീതിയിലായിരിക്കും ഫേസിൽ വരുന്ന എക്സ്പ്രഷൻസ് ഒക്കെ. അപ്പൊ അതൊന്നും ഒരു കുഴപ്പമില്ലാട്ടെ. അതൊക്കെ വിട്ടുകളാ രാജേന്ദ്രൻ. ഞാൻ പറയുന്നത് വിട്ടുകളയൂ. എന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്റെ അമ്മ ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. അതും ചേട്ടൻ ഫുൾ ഇംഗ്ലീഷിലാണ് എഴുതി. ആദ്യം ചേട്ടൻ മലയാളത്തിൽ എഴുതാൻ പഠിക്കും, എന്നിട്ട് ചേട്ടൻ മെസ്സേജ് അയക്കും. അപ്പൊ ഞാൻ പിന്നെയും കൂടെ ഞാൻ കേൾക്കും. ചേട്ടാ ഇനി ഞാൻ ബാക്കി പറയാം. എൻ്റെ അമ്മ ഫുള്ളി പറഞ്ഞു നിർത്തിയത് എൻ്റെ ഫേസ്, എൻ്റെ എക്സ്പ്രഷൻ, അതിൽ ഞാൻ ഉള്ളിൽ എക്സ്പ്രസ് ചെയ്യുന്ന എൻ്റെ മുഖത്ത് അതുപോലെ വരും. ഇപ്പം ചേട്ടൻ്റെ മെസ്സേജ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ബിക്കോസ് എന്നെ വേറൊരാളുടെ കൂടെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നും താങ്കൾക്കില്ല. താങ്കൾക്ക് മറ്റുള്ളവരെ ഇഷ്ടമാണെങ്കിൽ താങ്കൾ ഇഷ്ടപ്പെട്ടുള്ളൂ. താങ്കൾ എന്തിനാണ് എൻ്റെ ഷോ കാണുന്നത്? താങ്കൾക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞോളൂ. താങ്കൾ എന്തിനാണ് മറ്റുള്ളവർ എന്നെക്കാട്ടും ബെറ്റർ ആണെന്ന് പറയണം? അങ്ങനെയാണെങ്കിൽ 28 വർഷം ഞാനിവിടെ നിൽക്കുമോ ബ്രോ? ഇന്നും അതുപോലെ തന്നെ, അല്ലെങ്കിൽ പ്രോബബ്ലി വൺ ഓഫ് ദ ഹയസ്റ്റ് പെയ്ഡ് ഹോസ്റ്റ്സ് ഇൻ ദി സ്റ്റേറ്റ്. അത് എന്തെങ്കിലും ഒരു ടാലൻ്റ് ഉള്ളതുകൊണ്ട് ആയിരിക്കണമല്ലോ. ഒട്ടും കഴിവില്ലാതെ ഞാനിവിടെ എത്തില്ലല്ലോ. അതിൽ ഞാൻ ഈ മലയാളം ടെലിവിഷനിൽ തന്നെയാണ് ഞാനൊരു ഹോസ്റ്റായി നിൽക്കുന്നത് ഇത്രയും വർഷമായിട്ട്. അപ്പം 28 വർഷമായി മലയാളി ചാനൽസും മലയാളി ഷോസിലും ഞാൻ ഹോസ്റ്റായി നിൽക്കുന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും മലയാളം എനിക്കറിയാവുന്നതുകൊണ്ടായിരിക്കും. മാത്രമല്ല ഇന്നും ഇംഗ്ലീഷ് കൂടുതലാണ്. 10-20 വർഷം മുമ്പ് ഞാൻ എന്തോരം ഇംഗ്ലീഷ് സംസാരിച്ചു എന്ന് ഇവിടുത്തെ ചോദിക്കണം. ഐ വാസ് ടെറിബിൾ. ഞാൻ വന്ന സമയത്ത് ഞാൻ ഇംഗ്ലീഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അല്ലെ രാജേന്ദ്ര, ഞാൻ നോർമലായിട്ട് സംസാരിച്ചതാ അത് കേട്ടോ. ശരിക്കും ഞാൻ കൂടുതൽ പറഞ്ഞ രഞ്ജുവിനൊക്കെ കൂടുതൽ ഞാൻ പറയും. അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തു, വിട്ടുകളഞ്ഞിട്ടുണ്ടാവാ. പക്ഷേ ലൈക്ക് ഐ സെഡ്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ താങ്കൾ ഇഷ്ടപ്പെട്ടില്ല. ഗോഷ്ഠിയാണോ? അല്ല, മാറ്റി സ്വിച്ച് ഉണ്ട്, മാറ്റി. അതിനാണ് ഒരു കയ്യിൽ ഒരു ബട്ടൺ ചെയ്യാൻ വേണ്ടി ഒരു തന്നേക്കണം കേട്ടോ ദൈവം. രഞ്ജിനി ഇനി ട്രാവൽ ശ്രീശാന്തിന്റെ തന്നെയാണോ നോക്കൂ. മൂട് കളഞ്ഞു ഞങ്ങളുടെ രാജേന്ദ്രൻ. അതെ, എന്തിനാണ് മൈൻഡൊക്കെ പോയി. അതൊക്കെ ഞങ്ങൾക്ക് ഒരു നിമിഷ നേരത്തേക്കുള്ള ഞങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യും. അതൊക്കെ അത് സാറില്ല, അത് വേറെ, അത് വർക്കിന്റെ. രഞ്ജിനി ഇതെന്താണ്? ട്രാവൽ ആർട്സോ അങ്ങാണ്ടോ ആണ് എന്താ ട്രാവൽ ആർട്ട് എന്നാണ്. രഞ്ജിനി ഹരിദാസ്, ചില ടീച്ചേഴ്സ് ടോപ്പർ സൈൻ മാത്രം
ടോപ്പേഴ്സിനെ മാത്രം പരിഗണിച്ച് ക്ലാസ് എടുക്കുന്ന പോലെ ഉണ്ട്. നിങ്ങൾക്ക് ശ്രീശാന്തിന്റെ കുറച്ച് ഇത്രയും അറിയും ഞങ്ങൾക്ക് അറിയില്ല. ബേസിക്കലി അവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാല് എനിക്ക് ശ്രീശാന്ത് ഭയങ്കര ക്ലോസ് ആയിട്ട് അറിയാം. അപ്പൊ ഞങ്ങളുടെ കോൺവെർസേഷൻ കുറച്ചുകൂടെ പേഴ്സണൽ ലെവലിൽ പോകുമ്പോൾ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ ഇൻഫർമേഷൻ ആയിപ്പോയി. അത് കുറച്ചുകൂടെ പെരിഫറൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ചു പോണം എന്നത്. അതിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ ലെവലിൽ പോയതാണ്. കുറച്ച് കാര്യങ്ങൾ അവർക്ക് അറിയാത്തതുണ്ട്. അത് എനിക്ക് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞത് ആണോ? അല്ല, അവര് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അത് കറക്റ്റ് ആണ്. നമ്മൾ ഫ്രീഡം ഫ്രീഡം മാത്രമല്ല എനിക്ക് അറിയാവുന്നതുകൊണ്ടല്ലോ. അപ്പം നമ്മൾ കുറെ ഐ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാന്റഡ് ദാറ്റ് നിങ്ങൾക്കും അറിയാം. കറക്റ്റ് ആണ്, അത് ശരിയാണ്. ഞാൻ അങ്ങനെ വിചാരിക്കുന്നത് അത് ശരിയാ. അറിയാതെ വന്നു പോണതാട്ടോ. പിന്നെ അടുത്തത് ഇതിൽ ഫുൾ ശ്രീശാന്തിന്റെ ക്രിക്കറ്റിന്റെ കുറെ സാധനങ്ങളെ കുറിച്ച് അവർ എഴുതിയിട്ടുണ്ട്. രഞ്ജിനി ആന്റിയും ശ്രീശാന്ത് സാറും ഒരു തകർപ്പൻ കോമ്പിനേഷൻ. രഞ്ജിനി ആന്റിയോ ആയിരിക്കും, എന്നാ കുഴപ്പമില്ല. 1942 ലവ് സ്റ്റോറി ഋഷി പറയുന്നത് ഡോണ്ട് ഫീൽ സാഡ് എന്നൊക്കെ. ഫെല്ലോ ട്രാവൽ അവര് തന്നെയായിരിക്കും എനിക്കൊന്നും. ഒരു ട്രാവലർമാർക്ക് വന്നു ഇനി ഫെല്ലോ ആർക്കായാലും. മൈ പെർസ്പെക്റ്റീവ് അബൌട്ട് ബോത്ത് ശ്രീശാന്ത് ആൻഡ് രഞ്ജിനി വേർ ചേഞ്ച് ആഫ്റ്റർ വാച്ചിങ് ദിസ് ഷോ. I watched 2 episodes back to back from 11:30 p.m. to 1:30 a.m. Wow. So much enjoyed to hear Srishant. Oh, wonderful. And 9 you are truly a bundle of Nenji. Oh, Nenji. Srishant's bharya. Okay. Nenji, you are truly a bundle of joy. That's correct. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഷീ ഈസ് എ സ്വീറ്റ് ഹാർട്ട്. ആക്ച്വലി നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു ഇത്, അല്ലേ? ഐ മീൻ ഇത് കൂടുതലും ഉണ്ടോ ഇല്ലല്ലോ, ഇത് കൂടുതലും എന്താ പറയുക പോസിറ്റീവ്സ് മാത്രമേ ഉള്ളൂ. ഞാനും വളരെ എൻജോയ് ചെയ്തു. ഐ വാണ്ടഡ് ടു ഡു ശ്രീശാന്ത്. ഐ തിങ്ക് ഹീസ് ഡൺ എ ലോട്ട് ഫോർ അവർ കൺട്രി, ഫോർ അവർ സ്റ്റേറ്റ്. കുറേ അധികം സഫർ ചെയ്തൊരു കുട്ടിയാണ്. ബട്ട് ഹീസ് കം ഔട്ട് സ്ട്രോങ്ങർ ആൻഡ് ഹീസ് ഡൂയിങ് വെരി വെരി വെൽ നൗ ആൻഡ് ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. കുറേ നല്ല കോമൻസ് അതിൽ. അടുത്ത ആരാമ ശ്രീശാന്ത് കഴിഞ്ഞിട്ട് അയ്യോ ഉർവശിയുടെ പിന്നാലെ ഞാൻ കുറേ നടന്നു. കുറെ നടന്നു. ശ്രീശാന്തിന് 2 എപ്പിസോഡ് ഉണ്ടായിരുന്നില്ലേ? ശ്രീശാന്തിനെയാണ് നമ്മൾ ആദ്യമായിട്ട് 2 എപ്പിസോഡെ സ്പ്ലിറ്റ് ചെയ്തിട്ടത്. അതെന്താ പറയുക, ശ്രീശാന്തിനൊപ്പം ചെയ്ത ഇന്റർവ്യൂ അത്രയും നേരം ചെയ്തു നമ്മൾ അറിഞ്ഞില്ല. ഞങ്ങൾ ശരിക്കും അറിഞ്ഞില്ല, സത്യം പറയട്ടെ. ഇറ്റ് ജസ്റ്റ് കെപ്റ്റ് ഗോയിങ് ഓൺ ആൻഡ് ഓൺ ആൻഡ് ഓൺ. വാട്ട് എ സ്വീറ്റ് ഗായ്. കുറെ ജാടയുണ്ട് എന്നൊക്കെ ആൾക്കാർ വിചാരിക്കും. ഇപ്പൊ ബിഗിൻ ബോസ് എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞേക്കാണ്, മെനി പീപ്പിൾ തിങ്ക് ശ്രീശാന്ത് ഇസ് എ വെരി ജാഡ് ആൻഡ് ഇന്റൻസ് പേഴ്സൺ ബിക്കോസ് ഓഫ് ഹിസ് പാസ്റ്റ് ഇമേജ്. ബട്ട് ത്രൂ ദിസ് കോൺവെർസേഷൻ യു ബോട്ട് ഔട്ട് ഹിസ് ഇമോഷൻസ്, യു ഷോഡ് ഹിസ് ജെന്റിൽ ആൻഡ് ഓണസ്റ്റ് സൈഡ് ഓഫ് ഹിം that never went unnoticed, and I feel exactly like that. Okay, any Urvashi, let's go. Urvashi's first episode is already out. Ranjini Puttur ചോദിക്കുന്നതാണ്, you are most underrated YouTube dear Ranjini Chechi, but keep on going and you are rocking as always. Underrated because views കുറവാണ് അല്ലേ? അത് ആൾക്കാർ കുറെ കമന്റ്സ് ചെയ്തിട്ടുണ്ട്. Why are people not watching it? അതിന് ഉത്തരവാദി ഞാനല്ലല്ലോ. എന്ത് ചെയ്യാനാ? അത് കുഴപ്പമില്ല, അത് പതുക്കെ സമയം. അത് ഓരോരുത്തരുടെയും. But I'll tell you one thing, I am very happy. ഞാൻ ഭയങ്കര കണ്ടന്റ് ആണ്. ഞാനിത് തുടങ്ങാൻ നേരം ഉദ്ദേശിച്ചത് എന്താണോ 90% ഞാൻ അവിടെ തന്നെ നിന്നിട്ടുണ്ട്. ഞാൻ ഒരു രീതിയിലും ഞാൻ വിൽക്കപ്പെട്ടിട്ടില്ല. ഐ ഹാവ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെതായ കുറച്ച് കണ്ടുപിടുത്തങ്ങളുണ്ട്. ഫ്രീഡം, ഐ കൻ ഇന്റർവ്യൂ ഹു ഐ വാണ്ട്. അതൊന്ന് ഈ എന്താ പറയുക എൻ്റെതായ രീതിയിൽ ഐ എം വെരി ഹാപ്പി വിത്ത് ദ വേ ഇറ്റ്സ് ഗോയിങ്. അപ്പം ആദ്യത്തെ ഒരു സീസൺ കഴിഞ്ഞിട്ട് ഒബ്വിയസ്ലി ഇതൊരു എക്സ്പെൻസീവ് പ്രോസസ്സാണ്. സ്വന്തം പ്രൊഡക്ഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി സ്പോൺസേഴ്സ് ഒന്നുമില്ല. യൂട്യൂബിലും അങ്ങനെ ജസ്റ്റ് റീച്ച് കമാൻഡ് വരുന്നേ ഉള്ളൂ. ഇവൻച്വലി ഒരു 2-3 സീസൺസ് കഴിയുമ്പം ഐ എം ഹോപ്പിംഗ് ഇറ്റ് വിൽ ബിൽഡ് ഫോളോയിങ്. ബട്ട് പതുക്കെ ബൈ വേർഡ് ഓഫ് മൗത്ത് യു ടെൽ പീപ്പിൾ ടു വാച്ച് ഇറ്റ് അല്ലേ? അത് നടക്കുന്നില്ല, അതൊന്നും ഒരു പ്രശ്നമേ ഉള്ളതല്ല. ഇനി അടുത്തത് ഇത് പറയണം, ഇതാണ് ഗിരിജ ഡിവൈസസ്. ഹായ് രഞ്ജിനി, ഇടയ്ക്ക് ഇതുപോലെ വരണം. റിട്ടയേർഡായി ആർത്രൈറ്റിസ് ട്രീറ്റ്മെന്റിൽ ഡിപ്രഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഈ വീഡിയോ കാണുന്നത്.
പെട്ടെന്ന് ഒരു പോസിറ്റീവ് എനർജി കിട്ടി. ദാറ്റ് ഇസ് ഉർവശി ചേച്ചി. നമുക്ക് ആ ക്രെഡിറ്റ് ഉർവശി ചേച്ചിക്ക് കൊടുക്കാം. ഉർവശി ചേച്ചി ഇസ് എ ബണ്ടിൽ ഓഫ് ജോയ്. ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്ക്, ഞാൻ ചേച്ചിയുടെ പുറകെ കുറെ നാൾ നടന്നു. ഞാൻ അങ്ങനെ എല്ലാവരുടെ പുറകെ ഒന്നും നടക്കാറില്ല. ഉർവശി ചേച്ചീനെ ഞാൻ എപ്പിസോഡ് ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ മെസ്സേജ് ചെയ്യുന്ന ഒരാളാണ്. ചേച്ചി അപ്പോൾ വരും, അപ്പോൾ ചേച്ചി റിപ്ലൈ ചെയ്യും, ഒരു 1-2 ആഴ്ച കാണുമ്പോൾ പിന്നെയും വിളിക്കും, പിന്നെ അങ്ങനെ അങ്ങനെ പുറകെ നടന്ന് ചേച്ചി വന്നു. ആൻഡ് ഷി മേഡ് മൈ ഡേ. ഷീ ഇസ് ദ മോസ്റ്റ് a legend. She's the goat. I love her. So thank you, Chechi. Arthritis, helpy Ayurveda is very good. Please do something about it. Exercise nallada, cheriya reethiyilokke cheyanam. Health is wealth. ഇനി അഞ്ജു പിള്ള, അമേസിംഗ് ഗസ്റ്റ് സെലക്ഷൻ, കീപ് റോക്കിംഗ് രഞ്ജിനി. വുഡ് ലവ് യു ടു സീ എ മഞ്ജു വാര്യർ ആൻഡ് ശോഭന. നടക്കുമോ? നടക്കാതിരിക്കാം, ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് എല്ലാം വളരെ പെട്ടെന്നായിരിക്കും. എല്ലാം വളരെ പെട്ടെന്നായിരിക്കും. കുറെ മഞ്ജു ചേച്ചിയുടെ പേര് കുറെ ഉണ്ട് കേട്ടോ. മീറ്റ് വിഷ്ണു 5822 saying till now the best episode of the green room. ഒരു സെക്കൻഡ് പോലും ലാഗ് അടിച്ചില്ല, അത്രയ്ക്ക് എൻഗേജിങ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ആക്ച്വലി ഈ എപ്പിസോഡിൽ കുറ്റം പറയാൻ കുറവാണ്. ഞാൻ കുറ്റം നോക്കിയിട്ട്, ബിക്കോസ് എല്ലാവരും ഒരു ശശിനെയാണല്ലോ നോക്കുന്നത്, എന്നെ ആരും നോക്കുന്നില്ല. എന്റെ തെറ്റുകൾക്ക് ഒരാൾ കുറ്റം പറഞ്ഞിട്ടുണ്ട്. എന്റെ ഇതൊന്ന് കേക്ക്. തോമസ് പിള്ള, തോമസ് ഫിലിപ്പ് പിള്ള, എന്റെ പൊന്നമ്മേ, എന്റെ കണ്ണിന്റെ പ്രശ്നം കേട്ടോ. ഞാൻ I'm sorry, Thomas Philip. പിള്ള എന്നൊക്കെ. തോമസ് പിള്ള അമ്മ. അല്ല, ഇതിലേ അവര് പല പേരും ഇടും. അതിന്റെ കൂടെ പിള്ളയായിരിക്കും. അതൊന്നും അല്ല, എന്റെ കണ്ണിന്റെ പ്രശ്നമാണ്. My greatest wish is that one day you interview Sushmita Sen. നമ്പർ ആക്ച്വലി നമുക്ക് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ കോണ്ടാക്ട് ചെയ്യുന്ന വഴിയൊക്കെ ഉണ്ട്, പക്ഷെ ചേച്ചി വരുന്ന തോന്നണില്ല. ഞാനിവിടെ വേറൊരു ഒരു പോപ്പുലറായ ഒരു നടനെ ഇവിടെ ഞാൻ വിളിച്ചു. ഡയറക്റ്റ് അല്ല, ഇങ്ങനെ മലയാളിയാണ്, പക്ഷെ ബോംബെയിലല്ല. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ബോംബെ പോയി ഇന്റർവ്യൂ ചെയ്യാനുള്ള ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ താമസിക്കില്ലേ, എനിക്കെന്താ ഇവിടെ. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും അത് പോട്ടെ, അതാ വഴി പോട്ടെ, കിട്ടും, എൻ്റെ അടുത്ത് തന്നെ വരും. എവിടെ പോവാൻ. പിന്നെ ഉർവശി ചേച്ചി please thought my eyes. I said please bring Purnima Indrajit. Somebody, Farzana Shahan said I'm so happy you started a program like this. Suja Rego said Ranjini ഇന്ന് ഒരുപാട് സുന്ദരി ആയിട്ടുണ്ട്. ഈ എപ്പിസോഡിൽ ഞാൻ ഒട്ടും ഹാപ്പി അല്ലായിരുന്നു, പക്ഷെ ഓക്കെ, അതാ മഞ്ഞ ഇട്ടതുകൊണ്ടാ. കേക്കട്ടെ. ലച്ചു ചേച്ചി യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ലിപ്സ്റ്റിക്, അത് ഈ എപ്പിസോഡിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻ്റെ ക്രൂവിന് എൻ്റെ എഡിറ്റിംഗ് ടീമിൻ്റെ വഴക്കിട്ട എപ്പിസോഡാണിത്. ബിക്കോസ് ഞാനൊരു കുരങ്ങിനെ പുല്ലുണ്ടെന്ന് എനിക്ക് തോന്നി. അത് ബിക്കോസ് എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് മാറി, വേറൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാ. പക്ഷെ ഏറ്റവും കൂടുതൽ ഭംഗിയുണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ കമന്റ് അയച്ചത് ഈ എപ്പിസോഡ്. എനിക്ക് ഞാൻ എല്ലാവരും ചീത്ത പറഞ്ഞു, ഒറ്റ എപ്പിസോഡ്. പക്ഷെ ഏറ്റവും കൂടുതൽ ഭംഗിയുണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ഈ എപ്പിസോഡിൽ എന്താ ആൾക്കാരുടെ കണ്ണിന് പ്രശ്നം? ഞാനത് ഉടനെ എന്റെ കണ്ണിനാണോ പ്രശ്നം, ആൾക്കാരുടെ കണ്ണിനാണോ പ്രശ്നം? അല്ല, അതിന്റെ കണ്ണിന് പ്രശ്നം.